ശനി എന്ന് കേട്ടാൽ തന്നെ നമ്മളുടെ ഉള്ളിൽ പൊതുവെ ഉള്ള ഒരു ധാരണ മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് അതിൻ്റെ ദോഷങ്ങൾ, ശനി നമ്മളെ എന്തൊക്കെയോ ചെയ്യുന്നു, ശനിയാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള പൊതുവെ ഒരു ധാരണ സാധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതിനെക്കുറിച്ച് ഇല്ലെങ്കിൽ ശനിയെക്കുറിച്ചുള്ള, ശനി എന്ന ഗ്രഹത്തെക്കുറിച്ച്, ശനീശ്വര ഭഗവാൻ, ഇതിൻ്റെയൊക്കെ കണക്ഷൻ ഇതെന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം നമുക്ക് നോക്കാം. ആദ്യമായി ഈ ശനി എന്ന് പറയുന്ന ഒരു ഗ്രഹം ഉണ്ട് എന്നും ശനിക്ക് ചുറ്റും വലയം ഉണ്ട് എന്നും ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ഋഷിമാരൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിലൊക്കെ. അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പം നവഗ്രഹങ്ങളിൽ ഏവർക്കും അറിയാം, ശനി വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായി ഗോചരഫലമൊക്കെ പറഞ്ഞു കാണുന്നു. 2.5 വർഷത്തിൽ ശനി ഓരോ രാശി 2.5 വർഷം കൊണ്ട് ഓരോ രാശി മാറി ഏകദേശം 30 വർഷം കൊണ്ട്, ഭൂമിയിലെ 30 വർഷം കൊണ്ട്, കാരണം കാലം ഓരോ സ്ഥലത്തിനനുസരിച്ച് കാലത്തിന് വ്യത്യാസം വരും. ഭൂമിയിലെ ഏകദേശം 30 വർഷം കൊണ്ട് ശനി പൂർണ്ണമായിട്ടും മേടം രാശി മുതൽ മീനം രാശി വരെ പൂർണ്ണമായിട്ടും സഞ്ചരിക്കുന്നു. അതായത് സൂര്യനെ ഒരു വട്ടം ശനിക്ക് വലം വയ്ക്കുവാൻ വേണ്ടുന്ന സമയം 30 വർഷം, ഏകദേശം 30 വർഷം, 2.5 വർഷം ഒരു രാശി. ജാതകത്തിൽ ശനി ഓരോ രാശിയിലും നിൽക്കുന്നു. ലളിതമായി നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ലളിതമായി, വളരെ ലളിതമായി നമ്മുടെ ശീലത്തിൽ കൊണ്ടുവരാൻ. എന്തുകൊണ്ടാണ് ഈ ശീലത്തെ എപ്പോഴും പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. ശീലം ശീലം ശീലം, വിദേശേഷു വിദ്യാധനം വ്യസനേഷു ബുദ്ധിർധനം, പരലോകേ ധനം ധർമ്മം ശീലം സർവത്ര വൈ ധനം. നല്ല ശീലങ്ങൾ എന്നും എല്ലാ സ്ഥലത്തും ധനമായി വർത്തിക്കുന്നു. അപ്പം ഈ ധനം എന്ന് പറയുന്നത് സാധാരണക്കാരന് എപ്പോഴും നേരെ രൂപയാണ്, അല്ലെങ്കിൽ ഡോളറാണ്, മണി, അതിലേക്കാണ് മനസ്സ് പോകുന്നത്. അങ്ങനെയല്ല. സുഖപര സാധനത്വാത് സുഖശബ്ദേന ധനമപി ഗൃഹ്യതേ. ഇതിൽ നിന്നാണോ സുഖം ഉണ്ടാകുന്നത്, സുഖം എന്ന അവസ്ഥ നമുക്ക് ലഭിക്കുന്നത്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വികാരം, ഇമോഷൻസ് ഉണ്ടാകുന്നത്, ആ കാര്യങ്ങളെല്ലാം തന്നെ ധനം എന്ന ശബ്ദം കൊണ്ട് ഗ്രഹിക്കണം. ധനം എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലെങ്കിൽ രൂപ എന്നുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഇവിടെ ധനം എന്ന വാക്ക്, ശീലം സർവത്ര വൈ ധനം, എല്ലാ സ്ഥലത്തും ധനമായിട്ട് വർത്തിക്കുന്നു എന്നുള്ളത്, അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല ശീലങ്ങൾ സത്ഫലത്തെ നൽകുന്നു, ഇല്ലെങ്കിൽ സുഖത്തെ പ്രദാനം ചെയ്യുന്നു എന്ന രീതിയിൽ മനസ്സിലാക്കുക. ജാതകത്തിൽ മേടം രാശിയിൽ, വൃശ്ചികം രാശിയിൽ, ചിങ്ങൻ രാശിയിൽ ശനി നിൽക്കുന്ന സമയത്ത് ജനിച്ച ഒരാൾ ലളിതമായി എന്തു ചെയ്യാം? ശിവന് വിളക്ക് കത്തിക്കുക, നല്ലെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കുക. ഇടവം രാശിയിലോ തുലാം രാശിയിലോ നിൽക്കുകയാണെങ്കിൽ പാല് കൊണ്ട് ദേവന്, അതാത് ദേവന് അഭിഷേകം കഴിക്കുക. ശാസ്താവിന് ചെയ്യുന്നു, ശിവന് ചെയ്യുന്നു. ജൂഗസ്യ കാളി എന്നൊക്കെ പ്രമാണമുണ്ട്. ജാതകത്തിലേക്ക് അത് നമ്മൾ ഘടിപ്പിക്കേണ്ടതില്ല. ഘടിപ്പിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം വേദാന്തത്തിൽ വേറെ ചിന്തയാണ്. ഇത് ഓരോ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ചിന്താ വിശേഷമാണ് ഇതെല്ലാം തന്നെ. അടുത്തത് ബുധക്ഷേത്രമായ മിഥുനം, കന്നി. ഇതിൽ ബൗദ്ധേ ചന്ദനമാര്യ മന്ദിരഗതേ മാലാ പ്രസൂനാനിവ. അപ്പൊ ബൗദ്ധേ ചന്ദനം, ഇപ്പൊ കളഭം മുതലായവ, ഇപ്പൊ കളഭച്ചാർത്ത്, കളഭം കൊണ്ട് അഭിഷേകം എന്നിങ്ങനെ നമുക്ക് നടത്താവുന്നതാണ്. കർക്കിടകം രാശിയിൽ കഞ്ഞിവെഴുത്ത് മുതലായവ, അതായത് മുമ്പ് പറഞ്ഞതുപോലെയുള്ള അന്നദാനം വളരെ ഏറെ ഗുണം ചെയ്യുന്നു. ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനിയെ കൊണ്ട് ആ ദോഷഫലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നദാനം വീണ്ടും ഗുണം ചെയ്യും. ഇനി ധനുരാശിയിലോ മീനം രാശിയിലോ സ്ഥിതിയുള്ള ശനിക്ക് സ്ഥിതി ഉണ്ടെങ്കിൽ പുഷ്പാഞ്ജലി മുതലായവ ചെയ്യിപ്പിക്കുക. അപ്പോൾ ശാസ്താവിനാകുമ്പം നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചിക്കുക, അല്ലെങ്കിൽ തുളസി മുതലായവ എന്താണോ അത്. ശിവന് കൂവളം കൊണ്ട്, വിൽവപത്രം എന്ന് പറയും, വിൽവം എന്ന് പറയും. നമ്മുടെ മലയാളക്കരയിൽ കൂവളം എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. കൂവളം കൊണ്ട് അർച്ചിക്കുക. അപ്പോൾ കൂവളം കൊണ്ട് മൃത്യുഞ്ജയാർച്ചന ചെയ്യാം. മന്ദർഘേകല് ഭൂഷണാനി. അപ്പോൾ മകരം രാശിയിലോ കുംഭം രാശിയിലോ ആണ് ശനി സ്ഥിതിയെങ്കിൽ ഭൂഷണം അറിയാമല്ലോ, അലങ്കാര വസ്തുക്കൾ, മാല, ഹാരം മുതലായവ.
ഇപ്പം മണമുള്ള പൂക്കൾ വാങ്ങിച്ച് നല്ലവണ്ണം ഒരു ഹാരമുണ്ടാക്കുക. ഇന്നൊക്കെ കടയിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ്, വീട്ടിൽ കിട്ടാൻ ആളില്ല, ആ ലെവലിലേക്കായി കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സാധിക്കുന്ന രീതിയിൽ ചെയ്യുക. ഇവിടെ ഒരു കാര്യം ഞാനൊന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ഈ തുളസി വാങ്ങിച്ച് ദേവന് സമർപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. പുഷ്പാഭിഷേകം ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെല്ലാം തന്നെ തുളസി വളരെ വിശേഷമാണ്. പ്രത്യേകിച്ച് വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നു, പത്മനാഭൻ്റെ അവിടെ പോകുന്നു, ഗുരുവായൂരിൽ പോകുന്നു, ഇല്ലെങ്കിൽ ഏതൊരു വിഷ്ണു, കൃഷ്ണൻ, ശ്രീരാമൻ എന്നീ ദേവതകളുടെ, വൈഷ്ണവ സംബന്ധമായ ദേവതകളുടെ ക്ഷേത്രത്തിൽ പോകുന്നു. അത് പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യം വാങ്ങിക്കുന്നത് തുളസിയാണ്. മറ്റെല്ലാ ദേവനും അതുപോലെ തന്നെയാണ്, തുളസി വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് നേരെ കൊണ്ട് നടക്കി വയ്ക്കും. ഇതൊരു 10 പേർ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. കാരണം ആ ശീലം നമ്മളിൽ നിന്ന് അകന്നുപോയി. നമ്മൾ നേരെ പോകുന്നു, 20 രൂപയ്ക്ക് തുളസി വാങ്ങിക്കുന്നു. അത് അങ്ങനെ കൊണ്ട് അവർ തുളസി ചെടി തന്നെ കയ്യിൽ തരും. അപ്പം തുളസിയുടെ തണ്ട് എല്ലാം ഉണ്ടാവും. ഇത് വാങ്ങിച്ച് നമ്മൾ കൊണ്ട് നടക്കൽ വെച്ചിട്ട് നമ്മൾ സ്വയം വിചാരിക്കുകയാണ് ഭഗവാന് നാം തുളസി സമർപ്പിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇത് നടക്കി വെച്ചിട്ടുണ്ട്, അകത്ത് ഉള്ള ശാന്തിക്കാരൻ ഈ തുളസി എടുത്ത് കഴുകി വൃത്തിയാക്കി തുളസി ഇല മാത്രം മാറ്റി ആ തണ്ടെല്ലാം കൂടി കളഞ്ഞിട്ട് അർച്ചിച്ചു കൊള്ളണം എന്നുള്ള നമ്മുടെ ധാരണ. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചു കാണില്ല. കാരണം നമുക്ക് മുന്നേ ഉള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ട് ഇത് തന്നെ ചെയ്യുന്നു. ഈ പൂക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നു. പൂക്കടക്കാരൻ ഇത് ഇറുത്തൊന്നും വെക്കാനുള്ള സമയമൊന്നുമില്ല, ആർക്കുമില്ല. അപ്പോൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന അഭിപ്രായം, നമ്മൾ 100 രൂപയ്ക്കോ 500 രൂപയ്ക്കോ തുളസി വാങ്ങിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 5 രൂപയ്ക്കോ 2 രൂപയ്ക്കോ തുളസി വാങ്ങിച്ച് 2 ഇല മതി. വാങ്ങിച്ച് അതിനെ ക്ലീൻ ചെയ്യുക, ഒന്ന് കഴുകി വൃത്തിയാക്കി തുളസി ഇല മാത്രം ഇറുത്ത് ദേവന്റെ മുമ്പിൽ നടക്കൽ കൊണ്ടുവെക്കുക. അതിൽ നമുക്ക് തന്നെ ഒരു തൃപ്തി വരും. ഇന്ന് 1000 രൂപയ്ക്ക് ഞാൻ തുളസി വാങ്ങിച്ചു കൊടുത്തു പുഷ്പാഭിഷേകത്തിന്. തുളസി ചെടിയെല്ലാം കൂടി ദേവന്റെ ശിരസിലേക്ക് തട്ടുകയാണ്. എന്നിട്ട് നമ്മൾ കേമത്തം നടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനവൻ ചിന്തിക്കുക, നമ്മുടെ വീട്ടിലെ ഒരു കാര്യം, ഒരു വീട് നിർമ്മാണത്തിന് നാം ഓരോ ടൈല്, പെയിന്റ് ഇതൊക്കെ വാങ്ങിക്കുന്ന എത്ര ശ്രദ്ധ കൊണ്ടാണ് നാം ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഒരു 100,000 പ്രാവശ്യം ഉള്ള സാരി എല്ലാം കൂടി എടുത്ത് താഴെയിട്ട് അയാളുടെ പ്രാക്കെല്ലാം കൂടി കേട്ട് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു, തിരിച്ചു വെക്കുന്നു, പോകുന്നു, മറ്റു കടയിൽ പോകുന്നു. ഇത്രയും ശ്രദ്ധ നമ്മൾ കാണിക്കുന്നു. പക്ഷെ ഒരു 5 രൂപയുടെ തുളസി വാങ്ങിച്ച് ദേവന് വെക്കുമ്പോൾ അത് ഇറുത്ത് നല്ലവണ്ണം കഴുകി വെക്കാനായിട്ട് ശ്രദ്ധയില്ല. പക്ഷേ ഫലം ലഭിക്കണം. ഫലം ലഭിച്ചില്ലെങ്കിൽ നേരെ ജ്യോത്സ്യൻ്റെ അടുത്ത് പോവും. താങ്കൾ പറഞ്ഞതുപോലെ 11 ശനിയാഴ്ച അല്ലെങ്കിൽ 12 ശനിയാഴ്ച ശാസ്താവിൻ്റെ അവിടെ തുളസി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, ഫലമൊന്നും കിട്ടിയില്ല. ഫലം പ്രതീക്ഷിക്കുന്നതിൽ ഒരു മാറ്റവുമില്ല. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ പറയുവാൻ ആഗ്രഹിച്ചത് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദയവ് ചെയ്ത് തുളസി വാങ്ങിച്ച് വെക്കുമ്പം ക്വാണ്ടിറ്റി അല്ല, നമുക്ക് ക്വാളിറ്റിയാണ് വേണ്ടത്. 2 ഇല വെച്ചാലും മതി. അത് വൃത്തിയായി കഴുകി ദേവന്റെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ആചാരമാകും. നിങ്ങളെ കണ്ട് മറ്റുള്ളവർ പഠിക്കും. ഇന്ന് ഒരാൾ നല്ലത് ചെയ്താൽ ഇനി ഒരു 5-10 വർഷം കൊണ്ട് കുറേയൊക്കെ മാറ്റങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ ശനിയെക്കുറിച്ച് നമുക്ക് 2 രീതിക്ക് നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായി നാം കേട്ടിട്ടുള്ളത് 7ര ശനി, അഷ്ടമശനി, കണ്ടകശനി, പിന്നെ ശനി ദശ. എപ്പോൾ ജ്യോത്സ്യൻ്റെ അടുത്ത് പോയാലും നിങ്ങൾക്ക് ശനിയാണെന്ന് പറയും. അപ്പോൾ സാധാരണക്കാരൻ വെട്ടിലാവും. ഇപ്പോൾ കഴിഞ്ഞു എന്ന് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ മറ്റൊരാൾ പറയുന്നു ശനി നടക്കുകയാണെന്ന് പറയുന്നു. ഇതാകെ കൺഫ്യൂഷനാണ്. കാരണം ഇതെല്ലാം വേറെ വേറെ ശനിയാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. സോ അതിലേക്കുള്ള ഒരു ചെറിയ കാര്യം, ഒരു വ്യക്തത നമുക്ക് വരുത്താം. നമുക്കിതിനെ 2ആയിട്ട് ഭാഗിക്കാം. ജീവിതം ആകുന്ന യാത്ര, ജീവിതയാത്രയെ നമുക്ക് 2ആയിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഈ ഉദാഹരണം എക്സാക്റ്റ് ഉദാഹരണം ആകണമെന്നില്ല, ശ്രമിക്കുകയാണ്. അപ്പോൾ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടത് ഒരു കാറാണ്. കാറിന് റോഡ് വേണം സഞ്ചരിക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് 2ആയിട്ട് തരംതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ കാറിൻ്റെ കണ്ടീഷൻ, കാറിലുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ജാതകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിഷയങ്ങളാണ്. റോഡിലെ ട്രാഫിക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലില്ല.
അവിടെയാണ് ഗോചരഫലം എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുക. ഗോചരം എന്ന് പറയുമ്പോൾ റോഡിലെ ട്രാഫിക് കണ്ടീഷൻ, റോഡിലെ മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചിന്തിക്കുവാൻ സാധിക്കുന്നത്. അതായത് കാറ് റോഡിലൂടെ തന്നെ സഞ്ചരിച്ചാകണം. അതിലുള്ള ട്രാഫിക് കണ്ടീഷനെ നമുക്ക് 7.5 ശനി, കണ്ടക ശനി, അഷ്ടമ ശനി, അഷ്ടമ വ്യാഴം, രാഹു 6-ൽ സഞ്ചരിക്കുന്നു എന്നുള്ള വാക്കുകളൊക്കെ അതിനെ അപേക്ഷിച്ചിട്ടാണ്. അപ്പോൾ 7.5 ശനി നമ്മുടെ കയ്യിലില്ല. കാരണം 7.5 ശനി പൊതുവെ ഒരു രാശിക്ക് ബാധകമാണ്, അതിനകത്തുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ്. ഉദാഹരണം, ഇന്ന് മെയ് മാസം 2025 ഇപ്പോൾ 7.5 ശനി ആർക്കൊക്കെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുംഭൻ രാശി, മീനം രാശി, മേടം രാശി, ഈ 3 രാശിക്കാർക്കും 7.5 ശനി നടക്കുകയാണ്, കോമണാണ്. അപ്പോൾ ഇതിൽ ഇൻഡിവിജ്വലിൻ്റെ, അതായത് ഒരാളുടെ ജാതകത്തിൻ്റെ ബേസിസിലല്ല ഇത്. നക്ഷത്രം അനുസരിച്ച്, ഏത് നക്ഷത്രത്തിലാണോ നാം ജനിച്ചത് അതിനനുസരിച്ച് 7.5 ശനി, ഈ 3 കൂറുകാർക്കും 7.5 ശനി ബാധകമാകുന്നു. കണ്ടകശനി അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്, ജന്മശനി അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്, അഷ്ടമ വ്യാഴം അതുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഗോചര ഫലങ്ങളെല്ലാം തന്നെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഒരു ഉദാഹരണം, മുൻപ് പറഞ്ഞ ഉദാഹരണം റോഡിലെ ട്രാഫിക് കണ്ടീഷനെ കാണിച്ചു തരുന്നു. ഇനി ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ജാതകം എങ്ങനെയാണ് ജാതകം എടുക്കുക? അവരവർ ജനിച്ച തീയതി, ജനിച്ച സമയം, ജനിച്ച സ്ഥലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഓരോ സ്ഥലത്തിനും അക്ഷാംശം, രേഖാംശം വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ജാതകത്തിനനുസരിച്ച് ഓരോ ദശയുണ്ട്, ഒരുപാട് ദശയുമായിട്ട് ഒരുപാട് രീതിയിൽ ദശ കാൽക്കുലേഷൻ ഉണ്ട്. ഇന്ന് വിംശോത്തരി ദശ സിസ്റ്റം പ്രകാരം നാം ഗണിച്ചു വരുന്നു, കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്നു. ആ ദശാ സിസ്റ്റത്തിൽ സൂര്യദശ, രാഹുദശ, കേതുദശ, ശുക്രദശ എന്നെല്ലാവരും കേട്ട് കാണും. അതുപോലെ തന്നെ ശനിദശ. അപ്പൊ ശനിദശ എന്ന് പറയുന്നത് ജാതകത്തെ അപേക്ഷിച്ചിട്ടാണ്. 7.5 ശനി, കണ്ടകശനി, ജന്മശനി, ജന്മവ്യാഴം, അഷ്ടമ വ്യാഴം എന്നിങ്ങനെയുള്ള കുറേ പ്രയോഗങ്ങൾ റോഡിലെ ട്രാഫിക് കണ്ടീഷനാണ്. ഇങ്ങനെ തരംതിരിച്ച് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കുവാൻ സാധിച്ചാൽ ഈ കൺഫ്യൂഷൻ ഒഴിവാകും എന്ന് വിചാരിക്കുന്നു. കാരണം സാധാരണ ജനങ്ങൾ ജ്യോതിഷിയുടെ അടുത്ത് പോയപ്പോൾ തന്നെ ആദ്യത്തെ വാക്ക് നമുക്ക് കേൾക്കാം, ഒരുപക്ഷെ ശനിയാണ് കാരണം. അപ്പോൾ ഇവർ വിചാരിക്കും, ഞാനിപ്പോൾ കണ്ടിട്ട് വന്നതല്ലേ ഉള്ളൂ, ശനി തീർന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് 7.5 ശനി മകരക്കൂറുകാർക്ക് തീർന്നിട്ടുണ്ട്. മകരക്കൂറുകാർക്ക് മെയ് മാസം 2025 നമ്മൾ ഇന്ന് ചോദിക്കുകയാണെങ്കിൽ 7.5 ശനി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നുത്തരം. അതേ മകരക്കൂറിൽ ജനിച്ച തിരുവോണം നക്ഷത്രം ഇല്ലെങ്കിൽ അവിട്ടം നക്ഷത്രം ജനിച്ച ആൾക്ക് ശനി ദശ ഉണ്ടാകാം. അത് ഇൻഡിവിജ്വൽ അവരവരുടെ ജാതകത്തെ അപേക്ഷിച്ചാണ്. അങ്ങനെ 2 രീതിക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഏവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് വിചാരിക്കുന്നു. ഇനി ശനി ദോഷഫലം മാത്രമാണോ സൂചിപ്പിക്കുന്നത്? ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. സൂചിപ്പിക്കുന്നത് എന്നതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ശനി തരുന്നത് അല്ലെങ്കിൽ ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഒന്നുകൂടി നമുക്ക് മനസ്സിൽ ഉറപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. നാം എല്ലാം എവിടെയോ കിടക്കുന്ന ഗ്രഹങ്ങൾ നമ്മളെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന രീതിക്കാണ് അതിനെ കണ്ട് ശീലിച്ച് കേട്ട് ശീലിച്ച് ജീവിതം ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുകയാണ്. പ്രാഗ്ജന്മാർജിത പുണ്യാഘ പ്രാബല്യോദ്രേക ഹേതുത പ്രാരബ്ധസജ്ഞ മനുഷ്യജാതവും ജാതക ചിന്തനം. അപ്പൊ ജാതകം എന്തിനു വേണ്ടിയിട്ടാണ്? പ്രാഗ്ജന്മാർജിത പുണ്യാഘം, നമ്മൾ മുമ്പ് ചെയ്ത പുണ്യവും പാപവുമായ കർമ്മങ്ങളെ, ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ ഗ്രഹാഹ സർവേ സൂചയന്തി എന്ന് മറ്റൊരു പ്രമാണം കൊണ്ട്, ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് മറ്റൊരു പ്രമാണത്തിൽ പറയുന്നു. അങ്ങനെ ഇപ്പൊ പൂർവ്വജന്മ ആർജിതം കർമ്മ, പൂർവ്വജന്മത്തിൽ നാം ആർജിച്ച കർമ്മത്തെ ഗ്രഹാഹ സർവേ സൂചയന്തി, ഗ്രഹങ്ങൾ നമുക്ക് സൂചിപ്പിച്ചു തരുന്നു. അപ്പൊ അല്ലാതെ ഫലം തരുന്നു എന്ന് നാം മനസ്സിലാക്കി. അപ്പൊ ഒരു ഗ്രഹവും ആർക്കും ഒരു ഫലവും നൽകുന്നില്ല എന്നുള്ള വസ്തുത ഇന്നും മനുഷ്യ മനസ്സിൽ കയറിയിട്ടില്ല. അത് കയറത്തില്ല. കാരണം നാം എപ്പോഴും ചിന്തിക്കുന്നത് ശനിമാറ്റം, ശനിതാഫലം തരാൻ പോവുകയാണ്, ചൊവ്വ അഷ്ടമത്തിൽ നിന്നുകൊണ്ട് എന്നെ എന്തോ ചെയ്യുന്നു എന്നിങ്ങനെ നമ്മൾ ശീലിച്ച് കേട്ട് ശീലിച്ച് പറഞ്ഞ് ശീലിച്ച് അത് മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടി അതൊരു ഭയത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ കർമ്മഫലത്തെ കാണിച്ചു തരികയാണ്. എപ്രകാരമാണോ ഒരു തെർമോമീറ്റർ
ശരീരത്തിലെ ഊഷ്മാവിനെ കാണിച്ചു തരുന്നത് അപ്രകാരം ഗ്രഹങ്ങളെല്ലാം തന്നെ നമ്മുടെ കർമ്മഫലത്തെ കാണിച്ചു തരുന്നു. അപ്പോൾ ഇതിനേക്കാൾ ഉപരി വേറൊരു ശാസ്ത്രമില്ല. ഇല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ശാസ്ത്രം, ജ്യോതിശാസ്ത്രം മാത്രമേ ഉള്ളൂ അവനവൻ്റെ കർമ്മത്തെക്കുറിച്ച്, പ്രാരബ്ധ കർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായി ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഒരു ശാസ്ത്രത്തിനും അവനവൻ്റെ പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരാൻ സാധിക്കില്ല. ഇനി പ്രാരബ്ധ കർമ്മത്തെ മനസ്സിലാക്കുവാൻ ആവശ്യമില്ല, എനിക്ക് നോക്കണ്ട എന്നുണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്, നോ പ്രോബ്ലം, ഇത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരുന്നു. അപ്പോൾ എപ്രകാരമാണോ എല്ലാ ഗ്രഹങ്ങളും ഈ നമ്മുടെ തന്നെ കർമ്മത്തെ കാണിച്ചു തരുന്നത്, ശനിയും അതുപോലെ നമ്മുടെ പ്രാരബ്ധ കർമ്മത്തെ കാണിച്ചു തരുന്നു. അപ്പോൾ പ്രാരബ്ധ കർമ്മത്തിൽ ശുഭവും അശുഭവുമായ കർമ്മം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശനി കാണിച്ചു തരുന്നത് ശുഭഫലങ്ങളെയും കാണിച്ചു തരുന്നുണ്ട്, അശുഭഫലങ്ങളെയും കാണിച്ചു തരുന്നുണ്ട്. ശനിയുടെ കാരകത്വങ്ങൾ വേറെയുണ്ട് എന്നിങ്ങനെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോൾ ജാതകത്തിലൂടെ ശനി ദശ നടക്കുകയാണ്. ബലവാനായ ശനി ഒരു ജാതകത്തിലുണ്ടെങ്കിൽ അയാൾ ഒരു വലിയ ലാൻഡ് ലോഡായിട്ട് തീരും. പഞ്ചമഹാപുരുഷ യോഗം കാണിച്ചു തരുന്നത് ശനി എന്ന് പറയുന്ന വേറൊരു ശശമഹായോഗമുണ്ട്. ആ ശശമഹായോഗത്തിൽ അയാൾ ഭൂ ഉടമയായി തീരുന്നു. ഇല്ലെങ്കിൽ നല്ല ലെവലിൽ ജീവിക്കുവാനായിട്ട് അതിൻ്റെ ആ ഫലങ്ങളെല്ലാം ശനി കാണിച്ചു തരുന്നുണ്ട്. ജാതകത്തിൽ ബലവാനായ ഇഷ്ടഭാവത്ത് സ്ഥിതി ചെയ്യുന്ന ശനി ഉണ്ടെങ്കിൽ അപ്പോൾ ശനിയെ മോശമായിട്ട് ചിത്രീകരിച്ചത് തെറ്റായിപ്പോയി ഇവിടെ. ഇനി ശനി ദുർബലനായിട്ട് ശത്രുക്ഷേത്രസ്ഥിതൻ, ഇങ്ങനെ ദുസ്ഥിതി മുതലായവ കുറേ കാര്യങ്ങളുണ്ട്. ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്ക് കടക്കുന്നില്ല. അങ്ങനെയുള്ള ജാതകം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പ്രവൃത്തി ചെയ്താലും ശരി റിസൾട്ട് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല, ഇല്ലെങ്കിൽ ഇന്ന ദോഷഫലങ്ങളെ ശനി എന്ന ഗ്രഹം കാണിച്ചു തരുന്നു. അപ്പൊ ഈ കാണിച്ചു തരുന്നു എന്നുള്ള വാക്ക് മനസ്സിലേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഇനി ശനിയെ കേട്ടാലും ചൊവ്വയെ കേട്ടാലും നമുക്ക് ഭയമില്ല. കാരണം താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കും. ഇതിനകത്ത് വേറെ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണ് ജ്യോതിഷത്തിന്റെ പുറകിലുള്ള പ്രിൻസിപ്പിൾ. ഇതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? കുറച്ച് പേര് വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ വിളിച്ചുകൊണ്ട് കാരക്കലിൻ്റെ അടുത്തുള്ള ശനീശ്വര ക്ഷേത്രമുണ്ട്, അവിടെ ചെന്ന് കുളത്തിൽ മുങ്ങിയാൽ എൻ്റെ പാപം പോകും, എല്ലാം തീരും എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് കുറേ പേരെ നമ്മൾ കൂട്ടി അങ്ങോട്ടേക്ക് ഒരു യാത്രയാണ്. യാത്രയൊക്കെ നല്ലതാണ്, ക്ഷേത്ര ദർശനം എല്ലാം നല്ലത് തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്ഷേത്ര ദർശനം, നാമജപം, ഇതെല്ലാം തന്നെ നമ്മുടെ ചിന്തകളെ നല്ലതിലേക്ക് നയിപ്പിച്ച് സത്കർമ്മം അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമ്മുടെ ഒരു പ്രേരണ, നല്ല ചിന്ത വളരുവാനായിട്ട് ഈ ശീലങ്ങളെല്ലാം തന്നെ സഹായിക്കും. അപ്പൊ കാരക്കൽ പോകുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റല്ല. ശനീശ്വര ക്ഷേത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ശനീശ്വര ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ ഭയത്തോടു കൂടി പോകരുത്. 7ാം ശനി വരുന്നു, കണ്ടക ശനി വരുന്നു, ജന്മശനിയാണ്, ഇല്ലെങ്കിൽ ശനിദശ മോശമാണ്, എനിക്ക് പേടിയാണ്, എനിക്ക് അവിടെ ചെന്ന് ഒന്ന് മുങ്ങിക്കുളിച്ചാൽ ഞാൻ ഈ ചെയ്ത പാപങ്ങളെല്ലാം തീരും എന്നുള്ള അർത്ഥത്തിൽ പോയി അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് വന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്വയം ചിന്തിക്കുകയാണ് ഈ ശനിദോഷമെല്ലാം തീർന്നു എന്ന് കരുതി. വീണ്ടും മോശപ്പെട്ട ഫലം അനുഭവിക്കുമ്പോൾ അവിടെ ശനി ഇല്ലല്ലോ, ശനീശ്വരനുണ്ടോ എന്നുള്ള ചിന്ത വീണ്ടും വരികയാണ്. അപ്പോൾ അവിടെ സംശയം ഉദിക്കുന്നു, പല കൺഫ്യൂഷനും കാരണമാകുന്നു. അപ്പോൾ കാരണം പ്രതീക്ഷയാണ്, മനുഷ്യൻ്റെ പ്രതീക്ഷയാണ്, മനുഷ്യന് നന്നാവണം. പക്ഷേ ഒരു പൂജ കൊണ്ടോ ഒരു ഹോമം കൊണ്ടോ ജീവിതം മുഴുവൻ നന്നാകുമെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരും ജനിച്ചപ്പോൾ ചെയ്താൽ മതിയല്ലോ. ശനീശ്വര ശാന്തി എന്ന് പറയരുത്, ദയവ് ചെയ്ത്. വാക്കുകൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മളെല്ലാവരും, ഞാനടക്കം എല്ലാവരും ഉപയോഗിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ നല്ല സംസ്കാരം പകർന്നു നൽകാൻ സാധിക്കും. ശനൈശ്ചരഹ എന്നാണ്. ഇപ്പം ശനൈശ്ചര ശാന്തി, ആ ശാന്തി കഴിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ജനിച്ചപ്പോൾ തന്നെ ചെയ്താൽ മതിയല്ലോ. ഒരൊറ്റ ഹോമം, ശനൈശ്ചര ശാന്തി ഹോമം കഴിക്കുന്നു, എള്ള് ദാനം നൽകുന്നു ജനിച്ചപ്പോൾ. പിന്നെ ഒരു 70-80 കൊല്ലത്തേക്ക് പിന്നെ ശനിദോഷം തിരിഞ്ഞു നോക്കണ്ടല്ലോ, ഇല്ലാതാകുമല്ലോ അങ്ങനെ ആണെങ്കിൽ. അപ്പോൾ ആ അർത്ഥത്തിലല്ല ആചാര്യന്മാരൊക്കെ തന്നെ ശനൈശ്വര പ്രീതിയും ശനൈശ്വര ശാന്തി കർമ്മങ്ങളും എല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ഇവൻച്വലി നമ്മുടെ ഹാബിറ്റിൽ, ശീലത്തിലൂടെ, നാമജപത്തിലൂടെ, സത്കർമ്മത്തിലൂടെ മുന്നോട്ട് ജീവിതത്തെ നയിക്കുക. പ്രാരബ്ധ കർമ്മത്തിൽ ദോഷഫലമുണ്ടെങ്കിൽ മാനസികമായിട്ട് തയ്യാറെടുത്ത് അതിനെ അഭിമുഖീകരിക്കുക. കാരണം ഇന്ന് വേദന സഹിക്കാൻ പറ്റാത്ത കണ്ടീഷനായി, മാനസികമായിട്ടുള്ള വേദനയാണ് ഉദ്ദേശിച്ചത്.
അപ്പോൾ എന്ത് വന്നാലും എനിക്ക് ശകലം പോലും എനിക്ക് സഹനശേഷി ഇല്ലാതെ നമ്മൾ ജീവിക്കുവാനുള്ള ഇന്നത്തെ ജീവിത സാഹചര്യം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. സഹനശേഷി കുറഞ്ഞു പോവുകയാണ്. സഹനശേഷി കൂട്ടുന്നതാണ് നാമജപം. അതില്ല. ഇപ്പം ഞാനിവിടെ വന്നു ഇരുന്നു, ഈ ചാനലുകാരുണ്ട്, ഇതെല്ലാം കൂടി കണ്ട് ഞാൻ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് പോലെ എന്തെങ്കിലും പറയുന്നു, എനിക്ക് അവിടെ ഒരു ടൈപ്പ് ഉണ്ടാവും. ആ ടൈപ്പിൽ നിന്ന് എനിക്ക് 10% കമ്മീഷൻ. ഈ രീതിക്ക് സോഷ്യലി നമ്മൾ സൊസൈറ്റിയെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന 1000 പേരിൽ ഒരു 400 പേര് എന്നെ ചീത്ത വിളിക്കും. ഒരു 100-50 പേരുണ്ടാവുമല്ലോ ദുർബല മനസ്സിനുടമയായവർ. അവർ ആ വഴിപാടിന് ബുക്ക് ചെയ്യും. എനിക്ക് അവർ ആ വഴിപാടിന് ബുക്ക് ചെയ്തവർക്ക് വേണ്ടി മാത്രം മതി എനിക്ക് ഈ വീഡിയോ എന്നുള്ള രീതിക്ക് ഞാൻ ഇതിനെ എൻ്റെ ജീവിതം, എൻ്റെ വയറ് നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ഭയത്തെ ജനിപ്പിച്ച് ജനിപ്പിച്ച് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭയത്തെ പോക്കേണ്ട ആളാണ്. നിങ്ങളുടെ ഭയം എൻ്റെ ധനമാണ്. അപ്പോൾ ഭയത്തെ പോപ്പിക്കുക എങ്ങനെയാണ്? അവിടെയാണ് ഈ ശനിയുടെ റോള്. കാരണം ഇന്ന് മൊത്തം മുഴുവനും ശനി പറഞ്ഞ് ആ ഭയത്തെ മനസ്സിൽ സൃഷ്ടിച്ചു. ശനീശ്വര ഭഗവാൻ, ശനി എന്ന ഗ്രഹം കാണിച്ചു തരുന്ന ദേവത, ഇവരെ ആരാധിക്കുക. ഭയം പതുക്കെ പോകും. എങ്ങനെയാണ് ആരാധിക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? പ്രാർത്ഥന എന്ന് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇന്നത് വേണം, ഇന്നത് എനിക്ക് വേണ്ട എന്നുള്ള രീതിക്കല്ല, നാമജപമാണ് ഉദ്ദേശം. അപ്പോൾ ശനൈശ്വര ശാന്തി, ശനൈശ്വര പ്രീതിക്കായിട്ട് എന്തൊക്കെ ചെയ്യാം എന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് നോക്കാം. 1 രൂപ ചെലവില്ല. ഇത് ഏവർക്കും ചെയ്യാവുന്നതാണ്. ജാതകത്തിൽ ശനി ബലവാനാണോ എന്ന് നോക്കേണ്ടതില്ല, ദുർബലനാണോ എന്ന് നോക്കേണ്ടതില്ല, ശനി അഷ്ടമത്തിലാണോ നീചത്തിലാണോ ഇതൊന്നും നോക്കേണ്ടതില്ല. ശനി ഇഷ്ടസ്ഥാനത്താണെങ്കിലും ഈ ക്രിയകൾ നമുക്ക് ഗുണം ഏകുന്നതാണ്, നല്ല രീതിക്ക് ഗുണമേകുന്നതാണ്. അതുകൊണ്ട് ശനി ജാതകത്തിൽ എവിടെ ഇരുന്നാലും കുഴപ്പമില്ല. കുറച്ച് കാര്യങ്ങൾ ചെലവില്ലാതെ, 1 രൂപ ചെലവില്ലാത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ശനി കാണിച്ചു തരുന്ന ദേവതകൾ ആരൊക്കെയാണ്? ഇപ്പൊ ശനിക്കന്തി മഹാകാലനും ശൈവഭൂതാദികളും തഥാ എന്ന് പറയുന്നു. മറ്റൊരു ഭാഗത്ത് മന്ദശാസ്താദികം ദൈവം എന്ന് പറയുന്നു. അർക്കപുത്രേണ വാച്യാസ്യാദ് ഹനുമാൻ മാരുതാത്മജ. അങ്ങനെ ഹനുമാനെ കാണിച്ചു തരുന്നു, ശാസ്താവിനെ കാണിച്ചു തരുന്നു, ശിവനെ കാണിച്ചു തരുന്നു. അപ്പൊ ഈ 3 ദേവതകളെ ആരാധിച്ചോളൂ എന്ന് ശനി എന്ന ഗ്രഹം ജാതകത്തിലൂടെ പറഞ്ഞു തരികയാണ്. അപ്പൊ പ്രാർത്ഥിക്കുക, നാമജപം എന്ന് പറഞ്ഞു. നമുക്ക് ശനൈശ്വര അഷ്ടോത്തരം ജപിക്കാം, 2 മിനിറ്റ് മതി. അതുപോലെ ശിവന്റെ, അതുപോലെ ശാസ്താവിന്റെ, അതുപോലെ ഹനുമാന്റെ. ശനിയാഴ്ച ദിവസങ്ങൾ ഒരു സ്പിരിച്വൽ ഡേ ആയിട്ട് പ്രഖ്യാപിക്കുക വീട്ടിൽ തന്നെ. ആഴ്ചയിൽ 7 ദിവസമുണ്ട്. ഒരു ദിവസം ശനിയാഴ്ച തോറും ഒരു സ്പിരിച്വൽ ഡേ, ആധ്യാത്മിക ദിവസമാണ്. വീട്ടിൽ എല്ലാവരും സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക കൂടുതലായിട്ടും. അതിനോടൊപ്പം സത്കർമ്മം എന്ന് പറയുന്നത് അമ്പലത്തിൽ പോക്ക് മാത്രമല്ല, അത് ഏവരും മനസ്സിലാക്കണം. ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണയുണ്ട്. സത്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയി ആർക്കെങ്കിലും അന്നദാനത്തിന് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വലിയ സത്കർമ്മം ചെയ്തു എന്ന ചിന്തയാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്. അപ്പോൾ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതിൽ ദാനധർമാദികളെല്ലാം തന്നെ ഉൾപ്പെടും. ഇപ്പം ശനിയാഴ്ച തോറും ഒരു ആധ്യാത്മികമായിട്ട്, ഇല്ലെങ്കിൽ ശനിയാഴ്ച വ്രതമാണ് വീട്ടുകൾ, സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക, ഇല്ലെങ്കിൽ രാവിലെ ഒരു നേരം ഭക്ഷണം ഒഴിവാക്കാം. എന്നിട്ട് അന്ന് നാമജപം, ശാസ്താവിനെ ഭജിക്കുക. ഇപ്പം ശാസ്ത്ര അഷ്ടോത്തരം, മഹാശാസ്ത്ര അഷ്ടോത്തരം 2 മിനിറ്റ് മതി. ശാസ്ത്ര അഷ്ടോത്തരം 2 മിനിറ്റ് ഇല്ല എൻ്റെ കയ്യിൽ, എനിക്ക് 30 സെക്കൻഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ശാസ്താവിൻ്റെ ശ്ലോകങ്ങൾ, ധ്യാന ശ്ലോകങ്ങൾ ജപിക്കാമല്ലോ. വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോകാമല്ലോ. 10-15 മിനിറ്റ് പ്രദക്ഷിണം ചെയ്യാമല്ലോ. അവിടെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇരിക്കാമല്ലോ. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ഹനുമാന്റെ ക്ഷേത്രത്തിൽ. ഈ വക കാര്യങ്ങൾ ശീലത്തിലൂടെ നിത്യം ചെയ്തു കൊണ്ടാൽ ശനിയെ കൊണ്ട് നാം ചിന്തിച്ച ദോഷഫലങ്ങളുടെ കാഠിന്യമെല്ലാം തന്നെ കുറഞ്ഞ് ന്യൂനമായി പോകും. ഇതാണ് ബേസിക് ആയിട്ട് ആദ്യം വേണ്ടത്. എപ്രകാരമാണോ ശരീരം നിലനിൽക്കുന്നത്, പ്രാണൻ, പിന്നെ ജലം, പിന്നെ നമുക്ക് ആഹാരം, ഇത് 3ഉം ബേസിക്കാണ്. അപ്പോൾ നല്ല ശീലം നമുക്ക് വേണം. ഈ ശീലങ്ങളാണ്
നമ്മളുടെ ദോഷം അത്യധികം ദോഷമായ കഠിനമായ കാലഘട്ടങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുമ്പോൾ ഫലിക്കുന്നത്. അപ്പോൾ ബേസിക്കായിട്ട് നാം ചെയ്യുന്ന നാമജപം എല്ലാം തന്നെ ഇതിലേക്ക് സഹായിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഒരു കാര്യം, ഭയത്തെ ഇല്ലാതാക്കുവാനും ശനിയാഴ്ച തോറും നാം ഒരു വ്രതം പോലെ ആചരിക്കുക. അതിൽ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്താം. നീചാനാം അന്നദാനം ച ആർത്തിശാന്തി. നീച ജനങ്ങൾക്ക്, വിശന്നു വലയുന്നവന്, ശനിയുടെ കാരകത്വം അങ്ങനെയാണ്. ശനി അങ്ങനെയുള്ള ആൾക്കാരെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ശനി എന്ന ഗ്രഹം പറഞ്ഞിട്ടുള്ള നീച ജനങ്ങൾക്ക്, നീചാനാം അന്നദാനം, ആ ശനിയാഴ്ച ദിവസം കുറച്ച് പേർക്ക്, 1-2 പേർക്ക്, ഇല്ലെങ്കിൽ സാധിക്കുമെങ്കിൽ ഒരു 5 പേർക്ക് വീട്ടിൽ വെക്കുന്ന ചോറ് തന്നെ ഒരു പൊതിച്ചോറാക്കി വഴിയോരത്തിരിക്കുന്ന പാവപ്പെട്ടവർക്ക് ദാനം നൽകുക. അത് തന്നെ ഏറ്റവും വലിയ പരിഹാരമാണ്. വലിയ ചിലവൊന്നുമില്ല. വീട്ടിൽ നാം ചോറ് കാലാക്കുന്നു, ആ ചോറ് കുറച്ച് പൊതിയുന്നു, ദാനം നൽകുന്നു, നമ്മുടെ കൈ കൊണ്ട് ദാനം നൽകുന്നു. ഇതൊരു സത്പ്രവൃത്തിയാണ്. നമ്മളെ കണ്ട് നമ്മുടെ കുട്ടി പഠിക്കും, ദാനം കൊടുത്ത് ശീലിക്കണം എന്നുള്ളത് മനസ്സിലേക്ക് തിരിയും. അതില്ലാതെ ഇപ്പോൾ ഞാൻ പറയുകയാണ്, കേരളത്തിൽ തന്നെ ഇത്രയും 500 കൊല്ലം മുമ്പ്, ഇല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതിപുരാതനമായ ശനൈശ്വര പ്രതിഷ്ഠ ആരും കാണാതെ ഇന്ന ഭാവത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് പുതിയൊരു അറിവിനെ നിങ്ങളുടെ മനസ്സിലേക്ക് സൃഷ്ടിച്ച് അവിടെ ഒരു എള്ളിന്റെ പായസം നൽകിയാൽ നിങ്ങളുടെ ശനിദോഷം തീരും എന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചാൽ, ഇത്രയും മണ്ടത്തരമായ ഒരു കാര്യം വേറെ ഇല്ല. ഇത് സമൂഹം ഏറ്റുപാടും. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം ഇന്നത്തെ ആചാരമാകും, നാളത്തെ ശാസ്ത്രമിതാകാം, അതിൽ സമ്മതം മൂളായിക രാജൻ എന്ന് പറയുന്നു. അപ്പോൾ ഏവർക്കും ഇതിൽ നിന്നൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശനൈശ്വര പ്രീതിക്കായിട്ട് ഏറ്റവും അത്യുത്തമമായ കാര്യം നീചാനാം അന്നദാനം ച ആർത്തിശാന്തി. വിശന്ന് വലയുന്നവന് ആഹാരം നൽകുക. സാധിക്കില്ല, ഞാൻ കഴിവില്ല, എനിക്ക് അരി വളരെ വീട്ടിലേക്ക് കുറവാണ്, ഞാൻ അത്രയും ദരിദ്രനാണ്, ഒന്നും വേണ്ട, ഒരു പിടി ഒരാൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. ഇനി അതിനും സാധിക്കില്ല, ഒരു നെല്ലിക്ക ദാനം കൊടുക്കുക. ഇത്ര മതി. ഇത് നിത്യം ചെയ്തു വരുമ്പോൾ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയുക. കാരണം അനുഭവം തന്നെയാണ് ഗുരു. മറ്റൊരാൾക്ക്, എനിക്കുള്ള അനുഭവം അല്ലല്ലോ വേറൊരാൾക്ക് ഉണ്ടാവുക. ഇത് നമുക്ക് ഏവർക്കും ഒരുമിച്ച് ശീലിക്കാം. ഈ ശനി എന്നുള്ള ഒരു വാക്ക് കേട്ട് ഇനി ഭയപ്പെടരുത് എന്നുള്ള ഒരു വസ്തുതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എല്ലാം ചെയ്യുന്നത്. ഇതിലേക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കുക. ദോഷമെല്ലാം ഒറ്റയടിക്ക് തീരും, ഇപ്പം തീരും, നാളെ ഒന്നും ഉണ്ടാവില്ല, നാളെ എനിക്ക് മഹാഭാഗ്യം ഉണ്ടാവും, ലോട്ടറി അടിക്കുന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ പുറകെ പോയി ഈ വീഡിയോയും കണ്ട് സമയവും കളഞ്ഞ്, ഇത് എൻ്റെ വീഡിയോ ഉൾപ്പെടെ തന്നെയാണ് പറയുന്നത്, സമയവും കളഞ്ഞ് നമ്മൾ ജോലിയും ചെയ്യാതെ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ശനൈശ്വര ഭഗവാന്റെ ശ്ലോകങ്ങൾ അഷ്ടോത്തരം ജപിക്കുവാൻ സാധിക്കാത്തവർ പറയാൻ വിട്ടുപോയതാണ്. ശനൈശ്വര ഭഗവാന്റെ ശ്ലോകം: നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്വരം. ഇതൊരു 32 പ്രാവശ്യം ജപിക്കാം, 1 രൂപ ചെലവില്ല. അധികം വലിച്ചു നീട്ടുന്നില്ല. ഇത് തുടരും. ഈ ശനൈശ്വര ഭഗവാനെ കുറിച്ച് വീണ്ടും നമുക്ക് കുറച്ചുകൂടി ചിന്തിക്കാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇത്രയും നേരം ശനൈശ്വര ഭഗവാൻ, ശനി എന്ന ഗ്രഹത്തെ കൊണ്ട് നാം ചിന്തിച്ച ദേവതകൾ ശാസ്താവ്, ശിവൻ, ഹനുമാൻ എന്നിങ്ങനെ നമ്മൾ ചിന്തിച്ചു. ശാസ്താവിൻ്റെ അഷ്ടോത്തരം ജപിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശാസ്താവിൻ്റെ അഷ്ടോത്തരം ജപിക്കുകയാണ്. ഏവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഓം മഹാശാസ്ത്രേ നമഃ, ഓം ശില്പശാസ്ത്രേ നമഃ, ഓം ലോകശാസ്ത്രേ നമഃ, ഓം മഹാബലായ നമഃ, ഓം ധർമ്മശാസ്ത്രേ നമഃ, ഓം വേദശാസ്ത്രേ നമഃ, ഓം കാലശാസ്ത്രേ നമഃ, ഓം മഹൗജസേ നമഃ, ഓം ഗജാധിപായ നമഃ, ഓം അംഗപതയേ നമഃ, ഓം വ്യാഘ്രപതയേ നമഃ, ഓം മഹാദ്യുതയേ നമഃ, ഓം ഗണാധ്യക്ഷായ നമഃ, ഓം അഗ്രഗണ്യായ നമഃ, ഓം മഹാഗണഗുണാലയായ നമഃ, ഓം ഋഗ്വേദരൂപായ നമഃ, ഓം നക്ഷത്രായ നമഃ, ഓം ചന്ദ്രരൂപായ നമഃ, ഓം വലാഹകായ നമഃ, ഓം ദുർവായ നമഃ, ഓം ശ്യാമായ നമഃ, ഓം മഹാരൂപായ നമഃ, ഓം ക്രൂരദൃഷ്ടയേ നമഃ, ഓം അനാമയായ നമഃ, ഓം ത്രിനേത്രായ നമഃ, ഓം ഉത്പലകരായ നമഃ, ഓം കാലാന്തകായ നമഃ,
ഓം നരാധിപായ നമഃ. ഓം ദക്ഷമൂഷകായ നമഃ. ഓം കൽഹാരകുസുമപ്രിയായ നമഃ. ഓം മദനായ നമഃ. ഓം മാധവസുതായ നമഃ. ഓം മന്ദാരകുസുമപ്രിയായ നമഃ. ഓം മദാലസായ നമഃ. ഓം വീരശാസ്ത്രേ നമഃ. ഓം മഹാസർപ്പവിഭൂഷിതായ നമഃ. ഓം മഹാശൂരായ നമഃ. ഓം മഹാധീരായ നമഃ. ഓം മഹാപാപവിനാശകായ നമഃ. ഓം അസിഹസ്തായ നമഃ. ഓം ശരധരായ നമഃ. ഓം ഹാലാഹലധരസുതായ നമഃ. ഓം അഗ്നിനയനായ നമഃ. ഓം അർജുനപതയേ നമഃ. ഓം അനംഗമദനാതുരായ നമഃ. ഓം ദുഷ്ടഗ്രഹാധിപായ നമഃ. ഓം ശാസ്ത്രേ നമഃ. ഓം ശിഷ്ടരക്ഷണദീക്ഷിതായ നമഃ. ഓം രാജരാജാർച്ചിതായ നമഃ. ഓം രാജശേഖരായ നമഃ. ഓം രാജസത്തമായ നമഃ. ഓം മഞ്ജുലേശായ നമഃ. ഓം വരരുചയേ നമഃ. ഓം വരദായ നമഃ. ഓം വായുവാഹനായ നമഃ. ഓം വജ്രാംഗായ നമഃ. ഓം വിഷ്ണുപുത്രായ നമഃ. ഓം ഖഡ്ഗപാണയേ നമഃ. ഓം ബലോദ്ധതായ നമഃ. ഓം ത്രിലോകജ്ഞായ നമഃ. ഓം അതിബലായ നമഃ. ഓം കസ്തൂരീതിലകാഞ്ചിതായ നമഃ. ഓം പുഷ്കലായ നമഃ. ഓം പൂർണാധവായ നമഃ. ഓം പൂർണകേശായ നമഃ. ഓം കൃപാലയായ നമഃ. ഓം വനജനാധിപായ നമഃ. ഓം പാശഹസ്തായ നമഃ. ഓം ഭയാപഹായ നമഃ. ഓം ഭകാരരൂപായ നമഃ. ഓം പാപഘ്നായ നമഃ. ഓം പാഷണ്ഡരുതിരാശനായ നമഃ. ഓം പഞ്ചപാണ്ഡവ സംരക്ഷകായ നമഃ. ഓം പരപാപവിനാശകായ നമഃ. ഓം പഞ്ചവക്ത്രകുമാരായ നമഃ. ഓം പഞ്ചാക്ഷരപരായണായ നമഃ. ഓം പണ്ഡിതായ നമഃ. ഓം ശ്രീധരസുതായ നമഃ. ഓം ന്യായായ നമഃ. ഓം കവചനേ നമഃ. ഓം കരുണാമധിപായ നമഃ. ഓം കാണ്ഡയജുഷേ നമഃ. ഓം തർപ്പണപ്രിയായ നമഃ. ഓം സാമരൂപായ നമഃ. ഓം അന്യധന്യായ നമഃ. ഓം സത്സന്താപവിനാശകായ നമഃ. ഓം വ്യാഘ്രചർമ്മധരായ നമഃ. ഓം ശൂലിനേ നമഃ. ഓം കൃപാലയായ നമഃ. ഓം വേണുവാദനായ നമഃ. ഓം കമ്പഗണ്ഡായ നമഃ. ഓം കലരവായ നമഃ. ഓം കിരീടാദിവിഭൂഷിതായ നമഃ. ഓം ധൂർജടിനേ നമഃ. ഓം വീരനിലയായ നമഃ. ഓം വീരായ നമഃ. ഓം വീരേന്ദ്രവന്ദിതായ നമഃ. ഓം വിശ്വരൂപായ നമഃ. ഓം വീരപതയേ നമഃ. ഓം വിവിധാർത്ഥഫലപ്രദായ നമഃ. ഓം മഹാരൂപായ നമഃ. ഓം ചതുർബാഹവേ നമഃ. ഓം പരപാശവിമോചകായ നമഃ. ഓം നാഗകുണ്ഡലധരായ നമഃ. ഓം കിരീടായ നമഃ. ഓം ജടാധരായ നമഃ. ഓം നാഗാലങ്കാരസംയുക്തായ നമഃ. ഓം നാനാരത്നവിഭൂഷിതായ നമഃ. ഇതാണ് മഹാശാസ്ത്ര അഷ്ടോത്തരം. ഇത് ₹1 ചെലവില്ലാതെ എന്നും ജപിക്കാം. ശനിയാഴ്ച മാത്രമല്ല ജപിക്കേണ്ടത്, എന്നും ജപിക്കാം. സാധിക്കുന്നില്ല, സമയമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ശനിയാഴ്ചയെങ്കിലും ജപിക്കുക. എല്ലാ ശനിയാഴ്ചയെങ്കിലും ജപിക്കുക. ശനി എന്ന ഗ്രഹം കാണിച്ചു തന്ന ദോഷം, വീണ്ടും പറയാണ്, ശനി ദോഷത്തെ പ്രദാനം ചെയ്യില്ല. ശനി എന്ന ഗ്രഹം കാണിച്ചു തരുന്ന ദോഷങ്ങളെ ലഘൂകരിക്കാൻ, ക്രമേണ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും ഇത് സഹായിക്കും.